ലൈഫ് സയൻസ് മേഖലയിൽ 16,600 കോടി രൂപയുടെ വരുമാന സാധ്യത തുറന്ന സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ബയോ കണക്ട് 2.0 കേരളത്തിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളും ലോകോത്തര നിലവാരത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളും ബയോമെഡിക്കൽ രംഗത്ത് കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് വ്യവസായ പ്രമുഖർ ചൂണ്ടിക്കാട്ടി. ലൈഫ് സയൻസ് രംഗത്ത് കേരളത്തിന്റെ സാധ്യതകൾ വ്യക്തമാക്കുന്നതായിരുന്നു വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച ബയോ കണക്ട് 2.0. വിദേശത്ത് നിന്നുൾപ്പെടെ 300ഓളം പ്രതിനിധികളാണ് 2 ദിവസം നീണ്ടുനിന്ന കോൺക്ലേവിൽ പങ്കെടുത്തത്. ബയോമെഡിക്കൽ ക്ലസ്റ്റർ വികസിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി കേരളം മാറുന്നുണ്ടെന്ന് കോൺക്ലേവ് വിലയിരുത്തി. കേരളത്തിലേക്ക് ലൈഫ് സയൻസ് രംഗത്ത് അധികമായ നിക്ഷേപം വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഗവൺമെൻറ് സൈഡിലുള്ളത്. നമ്മുടെ ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കിലുള്ള ലൈഫ് സയൻസ് പാർക്കിൽ ഈ പ്രതിനിധികളുടെ ഏതാണ്ട് 35ഓളം വരുന്ന വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഒരു വിസിറ്റ് ഉണ്ടായി. എല്ലാവരുടെ ഭാഗത്തുനിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. ഏതാണ്ട് 8ഓളം സ്റ്റാർട്ടപ്പുകളും കമ്പനികളും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യലും താല്പര്യവും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള 8 സ്റ്റാർട്ടപ്പ് ഐഡിയകളിൽ നിക്ഷേപിക്കാൻ തയ്യാറാണെന്ന് കോൺക്ലേവിൽ പങ്കെടുത്ത വൻകിട കമ്പനികൾ അറിയിച്ചു. ലൈഫ് സയൻസസ്, ബയോമെഡിക്കൽ സാങ്കേതികവിദ്യാ രംഗത്തെ നൂതനാശയങ്ങളുടെ പ്രദർശനവേദി കൂടിയായി ബയോ കണക്ട് മാറി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.